ഹലോ. പതിവ് പോലെ വർക്കും എല്ലൊക്കെ കഴിഞ്ഞു, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമയമായല്ലോ എന്നാലോചിച്ചിട്ട് ഇന്ന് പറയാനായിട്ട് ഒന്നുമില്ല. എന്താ പറയുക, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റേ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റൂമിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാരായി എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാൻ. അപ്പോൾ ഞാൻ അവിടെ വന്ന് കിടക്കാണ്. ഇന്നിപ്പോൾ പറയാനായിട്ട് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സൗഹൃദങ്ങളെ പറ്റിയാണ്. സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് എനിക്കങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ല കേട്ടോ. ആരുമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാലേ, എൻ്റെ സൗഹൃദം എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് എല്ലാവരായിട്ടും ഭയങ്കര കൂട്ടാവും. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസണൊന്നും വേണമെന്നൊന്നുമില്ല, അവർ തന്നെ നമ്മളോട് മിണ്ടാതാവും. എന്താ റീസൺ ചോദിച്ചാൽ എനിക്കറിയില്ല, അവർക്കറിയില്ല. അതെനിക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഞാൻ ആരോടും അങ്ങനെ വലിയ കമ്പനി കൂടാൻ പോകാറില്ല. വേറെ ഒന്നും കൂടെയല്ല, നമ്മൾ കുറച്ച് നാളൊരു അറ്റാച്ച്മെൻ്റായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് പിന്നെ ഒരു റീസൺ ഇല്ലാണ്ട് വെറുതെ നമ്മുടെ അടുത്ത് മിണ്ടാണ്ടും നമ്മളോട് മുഖം തിരിച്ച് നടക്കുന്ന ആൾക്കാർ, എനിക്കത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ ആരോടങ്ങനെ വലിയ കാര്യമായിട്ട് മിണ്ടാറൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ച് നാളും അതിങ്ങനെ മനസ്സിലിങ്ങനെ കിടന്ന് ഓടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും വലിയ കൂട്ടും വലിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ പ്രണയത്തിനേക്കാളൊക്കെ അടിപൊളിയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ജീവൻ കൂടെ നിൽക്കുന്ന ആൾക്ക് ജീവൻ വരെ കൊടുക്കും, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് എനിക്കത്ര വിശ്വാസമില്ല. കാരണം സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിർത്തുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് സംസാരിക്കുക, കൂട്ടുകൂടുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ്റെ പൈസ കണ്ടിട്ട് അവൻ്റെ കൂടെ കൂടണം. അവന് പൈസ ഇല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്ഷിപ്പിലൊരു താങ്ങില്ല. ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ വരും, പൈസയായിട്ടും ആൾക്കാരായിട്ടും. ആ സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരോ, അതാണ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെയുള്ള അവസരമൊന്നും വന്നിട്ടില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ്, എന്നും ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എൻ്റെ സമയം കഴിയാറായി. നാളെ കാണാം.